നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കൈലാഷൻ നിന്റെ തലയിൽ എടുത്തു വെച്ചെന്ന കിരീടം PKR സാർ എടുത്തേ കുപ്പത്തൊട്ടിൽ വലിച്ചെറിഞ്ഞു. ഇതെല്ലാം ഞാൻ കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ PKR സാറ് അയാളോട് അങ്ങനെ പറഞ്ഞതും അയാളെ വീണ്ടും പഴയതുപോലെയായി. അയാൾ എന്നെ കുറെ വിഷമിപ്പിച്ചു. അയാൾ എന്താ ചെയ്തത്? പോയി നിന്റെ ജോലി തല്ലടാ, തല്ലു നീ. നിനക്ക് ഈ കാര്യം PKR സാറിനോട് പറയാമായിരുന്നില്ലേ? കമ്പനിയിൽ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത് ഞാൻ കാരണം. PKR സാറിനോട് ഞാനിനി പരാതി പറയും കൂടി ചെയ്താ. നീ പരാതി പറയൊന്നും വേണ്ട. കൈലാഷ് സാറിനെ എപ്പോഴും മാറ്റി നിർത്താൻ PKR സാറിന് മനസ്സ് വരൂ. വീണ്ടും എല്ലാം പഴയതുപോലെയാവും. നീ ധൈര്യമായിട്ടിരിക്കേ. വന്നപ്പോഴേ ചോദിക്കണമെന്ന് കരുതിയതാ. നീ എന്താ വരാൻ വൈകിയത്? പ്രിയൻ ചേട്ടന്റെ കൂടെ പുറത്തു പോയിരുന്നതാ. പ്രിയന്റെ കൂടെയോ? നിന്നെ ഇവിടെ കൊണ്ടുവിട്ടത് കൈലാഷ് സാറാണെന്നല്ലേ നീ പറഞ്ഞേ? ഞാനും പ്രിയൻ ചേട്ടനും സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോ കൈലാഷ് സാർ അവിടെ വന്നു. സാറിന് ഈ വഴി എവിടെയോ പോവാനുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ കൊണ്ടുവിടാന്ന് സാറ് പറഞ്ഞു. പ്രിയൻ ചേട്ടന്റെ കൂടെ നീ പുറത്തു പോയി, കൈലാഷ് സാറിന്റെ കൂടെ ഇവിടെ വന്നു. അത് കൊള്ളാലോ. തീർന്നില്ല, രണ്ടുപേരും എനിക്ക് ഓരോ ഗിഫ്റ്റ് തരികയും ചെയ്തു. ഗിഫ്റ്റോ? ഇത് പ്രിയൻ ചേട്ടൻ തന്ന ഗിഫ്റ്റ്. ജിമിക്ക് കമ്മൽ, നല്ല ഭംഗിയുണ്ടടി. ഇത് കൈലാഷ് സാറിന്റെ ഗിഫ്റ്റാ. ഇതും ഭംഗിയില്ലേ? കൊള്ളാലോ. എന്തിനാ ഇതൊക്കെ ബോക്സിൽ വെച്ചേക്കുന്നേ? കാതിലും കാലിലൊക്കെ ഇട്. വേണ്ട, തിരിച്ചു വരുമ്പോ അമ്മ എനിക്ക് ഒരു കൊലുസ് വാങ്ങി തന്നിട്ടുണ്ട്. അതിടാതെ ഞാനിങ്ങനെയാ ഇതിടുക. കൊലുസിടണ്ട, കമ്മലിടാലോ. കൈലാഷ് സാർ തന്നത് ഇടാതെ പ്രിയൻ ചേട്ടൻ തന്നത് മാത്രം ഇട്ടാൽ മോശല്ലേ? അതുകൊണ്ട് തൽക്കാലം രണ്ടും ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ. ആരുടെയും മനസ്സ് വിഷമിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ഇട്ടില്ലെങ്കി രണ്ടുപേരുടെയും മനസ്സ് വിഷമിക്കല്ലേ ചെയ്യാ? ഇടും, തൽക്കാലം ഇടുന്നില്ലെന്നാ ഞാൻ പറഞ്ഞ. ഇവളുടെ ഒരു കാര്യം. എന്താടി ഇത്? കൊറേ ദിവസമായി ഇതെന്റെ കയ്യിൽ കിട്ടിയിട്ട്. ആരുടെയാന്ന് അറിയില്ല. ഇതെന്റെ കയ്യിൽ വന്നതില് എന്തെങ്കിലും കാരണം ഉണ്ടാവും അല്ലേ മീര? ഇതും തൽക്കാലം ഇതിനകത്തിരിക്കട്ടെ. എണീക്കടി. എന്താ മുത്ത? കാണാതായ ലോക്കറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിക്കണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? പറഞ്ഞിട്ട് എത്ര ദിവസമായി? എവിടെ ലോക്കറ്റ്? അയ്യോ, ഞാനത് മറന്നുപോയി. നീ എന്നെ ഓർമ്മിപ്പിച്ചില്ലല്ലോ. മമ്മി അറിഞ്ഞ ആകെ പ്രശ്നമാവും. അതുകൊണ്ടല്ലേ നിന്നോട് ഞാൻ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിക്കാനായിട്ട് പറഞ്ഞത്. ആ ലോക്കറ്റിനോട് മമ്മിക്കുള്ള സെന്റിമെന്റ്സ് നിനക്കറിയില്ലേ? അത് ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണോ? അല്പം പോലും ഉത്തരവാദിത്വം ഇല്ലാതായി പോയല്ലോ നിനക്ക്. എന്നാലും നീ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചിരുന്നെങ്കിൽ. വീണ്ടും വീണ്ടും അത് തന്നെ പറയരുത്. 24 മണിക്കൂർ ഇതിനകത്ത് കൂടെ തേരാപ്പാര നടക്കുന്നതല്ലാതെ വേറെ ഒരു പണിയും ഇല്ലല്ലോ നിനക്കൊക്കെ. അല്ല, നിനക്ക് വേറെ എന്താ ഓർക്കാനുള്ളത്? മൂക്കുമുട്ട കഴിക്കുന്നതല്ലാതെ. സിൽവർ ജൂബിലി ഫംഗ്ഷന്റെ അന്നല്ലേ അത് നഷ്ടപ്പെട്ടത്? 1 മാസം കഴിഞ്ഞില്ലേ? നിനക്കും ഇപ്പോഴാണോ അത് ഓർമ്മ വരുന്നേ? ഒരു കേസിന്റെ കാര്യത്തിന് മമ്മി ടൗണിൽ വരുന്നുണ്ട്. ഇപ്പൊ വിളിച്ചപ്പോഴും മമ്മി ആ ലോക്കറ്റിന്റെ കാര്യം ചോദിച്ചു. അത് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് മമ്മി അറിഞ്ഞ
പിന്നെ എന്നെ ബാക്കി വെച്ചേക്കില്ല. ഓ, എന്റെ കഷ്ടകാലത്തിന് ആ ഫംഗ്ഷന് പോയപ്പോ അത് ഇടാൻ തോന്നിയത്. എന്തൊക്കെ ചെയ്യാ? നീ ഒന്ന് ടെൻഷൻ ആവാതിരിക്കെ. മമ്മി വരുന്നതിന് മുന്നേ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയ പ്രശ്നം തീർന്നില്ലേ? മമ്മി ഇവിടെ കാല് കുത്തുന്നതിന് മുമ്പ് എനിക്കത് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിലേ നിന്റെ അവന്തികയുടെ അവസാനമായിരിക്കും. പാറുവിനോട് ഞാൻ സംസാരിക്കുന്നത് കണ്ടപ്പോ കൈലാഷ് സാറിന് അവളോടുള്ള ഇഷ്ടം ഞാൻ അവളെ അറിയിക്കുകയാണെന്നാ കൈലാഷ് സാർ കരുതിയത്. പാറുവിനിപ്പോ എല്ലാം അറിയാമെന്നുള്ള വിശ്വാസത്തിൽ കൈലാഷ് സാർ അവളോട് അടുപ്പം കാണിച്ചിട്ടുണ്ടാവുമോ? കൈലാഷ് സാറിന്റെ പ്രണയം അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ? അതറിയാൻ എന്താ ഒരു വഴി? പാറുവിനെ ഒന്ന് ഫോൺ ചെയ്താലോ? കൈലാഷ് സാറിന്റെ മനസ്സ് അവൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവൾ എന്നോട് സൂചിപ്പിക്കാതിരിക്കില്ല. പക്ഷെ ഫോൺ ചെയ്തിട്ട് ഞാൻ എന്താ ചോദിക്കുക? കൈലാഷ് സാറ് നിന്നോടെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്നോ? അങ്ങനെ ചോദിക്കുന്നത് മര്യാദകേടല്ലേ? എന്താ ഇപ്പൊ ചെയ്യുക? ഇതെങ്ങനെ ഇപ്പൊ ഒന്ന് അറിയുക? പാറുവാണല്ലോ. തേടിയ വെള്ളി കാലി ചുറ്റി എന്ന് പറയുന്ന ഇതിനെയാ. ഹലോ പാറു. പ്രിയൻചേട്ടൻ എന്തെടുക്കാ? ഓർക്കായോ? ഇല്ല, പാറു പറഞ്ഞോ. എനിക്ക് പ്രിയൻചേട്ടനോടൊരു കാര്യം പറയണമെന്ന് തോന്നി. ഉറങ്ങിക്കാണുവോ, വിളിച്ചാ ശല്യാവോന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷേ വിളിക്കാതിരിക്കാൻ പറ്റിയില്ല. എനിക്ക് ഇപ്പൊ തന്നെ പ്രിയൻചേട്ടനോട് സംസാരിക്കണം. കുഴപ്പമില്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല, കിടക്കാൻ പോകുന്നതേ ഉള്ളൂ. പാറു പറഞ്ഞോളൂ. ഗന്ധർവനോട് എനിക്കിപ്പോ പഴയതുപോലെ സ്നേഹമില്ലേന്ന് പ്രിയൻചേട്ടൻ എന്നോട് ചോദിച്ചില്ലേ? എന്റെ മനസ്സില് ഗന്ധർവൻ എന്നും ഉണ്ടാവുമെന്നാ ഞാൻ അതിന് തന്ന മറുപടി. പ്രിയൻചേട്ടന് ഓർമ്മയില്ലേ? പിന്നെ ഓർമ്മയുണ്ട്. പാറുവിന് എന്നോട് എന്താ പറയാനുള്ളത്? വേഗം പറ. ഗന്ധർവനെ കുറിച്ച് തന്നെയാ. അവിടെ വെച്ച് സംസാരിച്ചപ്പോ പ്രിയൻചേട്ടനോട് പറയാൻ വിട്ടുപോയൊരു കാര്യ. എന്നോട് പറയാൻ വിട്ടുപോയ കാര്യോ? എന്ത്? ഗന്ധർവൻ എനിക്ക് എഴുതിയ എഴുത്തുകളിലെല്ലാം അയാൾ എപ്പോഴും എന്റെ നിഴല് പോലെ കൂടെ ഉണ്ടെന്നാ എഴുതിയിരിക്കുന്നത്. അത് സത്യമാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കമ്പനിയിൽ വെച്ച് നിങ്ങളോടൊക്കെ പറയുന്നതും ഹോസ്റ്റലിൽ വെച്ച് കൂട്ടുകാരികളോട് പറയുന്നതും എന്തിന് ഞാൻ എന്നോട് തന്നെ പറയുന്നതും അയാൾ കേൾക്കാറുണ്ട്. അത് അയാൾ എന്റെ കൂടെ തന്നെ ഉള്ളത് കൊണ്ടല്ലേ? അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടാ ഞാൻ എപ്പോഴും നടക്കുക, അയാൾ എന്റെ പുറകിലുണ്ടോന്നറിയാൻ. ചുറ്റിലും നോക്കും, എന്റെ കൂടെ തന്നെ ഉണ്ടോന്നറിയാൻ. ഗന്ധർവനെ ഒന്ന് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അയാളെ ഒന്ന് കാണിച്ചു തരണേന്ന് അറിയാവുന്ന ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. പക്ഷെ എനിക്ക് ഒന്നിനു പുറകെ ഒന്നായി കുറേ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ? അതിന്റെ വിഷമവും അതിനെക്കുറിച്ചുള്ള ചിന്തകളുമായിട്ട് നടന്നതുകൊണ്ടായിരിക്കും ഗന്ധർവനെ കാണാനുള്ള എന്റെ ആഗ്രഹം കുറഞ്ഞു കുറഞ്ഞു വന്നു. ഗന്ധർവൻ എന്റെ വെറും തോന്നലാണോ എന്ന ചിന്ത എന്റെ മനസ്സ് വളരാൻ തുടങ്ങി. പ്രിയൻചേട്ടനാണ് അതിന്റെ കാരണമെന്നും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്കൊരു പ്രശ്നം വരുമ്പോ എന്നെ സഹായിക്കാൻ ആദ്യം എത്തുക ഗന്ധർവനായിരിക്കും എന്നായിരുന്നു